ഇവിടെയും വീണ്ടും ഒരു ആത്മഹത്യ ശ്രമമാണ് വാസ്തവത്തിൽ അവിടെയും ഈ ഒരു സമരം ട്രിഗർ ചെയ്യുന്നത്. പക്ഷേ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ജെൻസി വിപ്ലവം തന്നെയായിരുന്നു അത്. പുതിയ ഭരണപക്ഷം ഈ പറയുന്ന യങ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഈ വിപ്ലവം നടത്തിയ ആൾക്കാർക്ക് അത് ഭരണം പിടിച്ചെടുക്കാനായെങ്കിലും പോലും അവരുടെ ഈ സിസ്റ്റം റൺ ചെയ്യാനായിട്ടുള്ള കെൽപ്പ്, അത് എക്സ്പീരിയൻസ്, അതിൻ്റെ നിയമവശങ്ങൾ, ഇങ്ങനെയുള്ള വളരെ വൈദഗ്ധ്യം വേണ്ട സ്ഥലത്തൊന്നും ആളില്ലാതാവുകയും അതിപ്പോഴും തന്നെ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഒരു സ്ലോ എക്കണോമിക് ഡ്രിഫ്റ്റിലേക്കാണ് ഇപ്പോഴും നേപ്പാൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നേപ്പാളിലെ വിഷയവും ഏകദേശം ഈ ശ്രീലങ്കയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. നേപ്പാളിൽ ഈ പറയുന്ന ഭരണകൂടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവിടുത്തെ നേപ്പാളി കോൺഗ്രസ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ സഖ്യമാണ് ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു റിസോഴ്സസ് ഇതുപോലെ ഒരു വിഭാഗം മാത്രം ഉപയോഗിക്കുകയും മറുഭാഗം എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിക്കപ്പുറത്തേക്ക്, കാരണം പ്രതിപക്ഷവും കൂടെ ഇതിനകത്ത് നിൽക്കുകയാണ് ചെയ്തത്, ഭരണത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്, ഭരണത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് നടത്തുന്ന ഏർപ്പാടാണ്. അപ്പോൾ ചോദിക്കാൻ ആളില്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു വിഷയം, ഒരു പ്രതിപക്ഷം ഇല്ലാതാവുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആവുന്നൊരു അവസ്ഥയാണെങ്കിൽ പോലും അത് ഡെമോക്രസി ഇല്ലെങ്കിൽ ഈ പറയുന്ന ജനാധിപത്യം ആകുന്നില്ല. ഒരു ഭരണപക്ഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ നഖശിഖാന്തം വീക്ഷിക്കുകയും അത് കൃത്യമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനാധിപത്യം വിജയിക്കുന്നത്. ഇവിടെ എല്ലാവരും കൂടെ ഭരണപക്ഷമാവുകയും അവരെല്ലാവരും കൂടെ ഈ പറയുന്ന നാടിൻ്റെ സമ്പത്ത് മുഴുവൻ തിന്നുകയും ചെയ്യുന്ന ഏർപ്പാടുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവിതം ഇതുപോലെ തന്നെ ഇവിടെയും വീണ്ടും ഒരു ആത്മഹത്യ ശ്രമമാണ് വാസ്തവത്തിൽ അവിടെയും ഈ ഒരു സമരം ട്രിഗർ ചെയ്യുന്നത്. പക്ഷേ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ജെൻസി വിപ്ലവം തന്നെയായിരുന്നു അത്. എക്സാക്ട്ലി ഈ പറയുന്ന ഒരു ജെൻസി വിപ്ലവം തന്നെയാണ്. വളരെ യങ്ങായിട്ടുള്ള ജനങ്ങളെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു ഓൾഡർ ജനറേഷൻ മുഴുവൻ അഴിമതി നടത്തുന്ന ഒരു ജനറേഷനായി മാറുകയും യങ്ങറായിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ അവസരങ്ങളില്ലാതാവുകയും ജീവിക്കാൻ പറ്റാതെയാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു വലിയൊരു ട്രാജഡിയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു യുവാക്കളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരിക്കാനൊന്നും അറിയില്ല. തീർച്ചയായും നമുക്കറിയാം, ഒരു ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഭരണയന്ത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമില്ല. അതിനകത്ത് ഒരു സിസ്റ്റം റീവർക്ക് ചെയ്യുക ഇല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ മുഴുവൻ ആൾക്കാരെയും മാറ്റുക എന്നുള്ള ഏർപ്പാടാണ് അവർക്ക് ഒരു പോസിബിലിറ്റിയും അവർ മുമ്പിൽ അത് മാത്രമേ. കാരണം എല്ലാവരും ഭരണപക്ഷമൊക്കെ മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപക്ഷം എല്ലാവരും ഭരണപക്ഷമാകുമ്പോൾ എല്ലാവരും അത് കട്ടുമുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മുഴുവൻ മാറ്റിയിട്ട് അതിനെ റീവർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതാണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭരണപക്ഷം ഈ പറയുന്ന യങ് ആയിട്ടുള്ള ആൾക്കാർ അവർ ഈ വിപ്ലവം നടത്തിയ ആൾക്കാർക്ക് അത് ഭരണം പിടിച്ചെടുക്കാനായെങ്കിലും പോലും അവരുടെ ഈ സിസ്റ്റം റൺ ചെയ്യാനായിട്ടുള്ള കെൽപ്പ്, അത് എക്സ്പീരിയൻസ്, അതിൻ്റെ നിയമവശങ്ങൾ, ഇങ്ങനെയുള്ള വളരെ വൈദഗ്ധ്യം വേണ്ട സ്ഥലത്തൊന്നും ആളില്ലാതാവുകയും അതിപ്പോഴും തന്നെ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഒരു സ്ലോ എക്കണോമിക് ഡ്രിഫ്റ്റിലേക്കാണ് ഇപ്പോഴും നേപ്പാൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ നേപ്പാളിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജെൻസി, ഒരു തലമുറ മുഴുവനായിട്ടാണ്, യങ്ങറായിട്ടുള്ള തലമുറ മുഴുവൻ മുന്നോട്ട് വന്ന് ചെയ്തിട്ടുള്ള ഒരു വിപ്ലവമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്.